എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാഭാഗവത്തിലെ നമ്മൾ 29ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാമത്തെ പ്രചേതസ്സുകളുടെ ചരിത്രം എന്നുള്ള 4ാം സ്കന്ധത്തെ 6ാമത്തെ, അതായത് അവസാനത്തെ കഥയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങാം. വിദിതാശ്വന്റെ മകനായ ഹവിർദാനന്റെ പുത്രനാണ് ബർഹിസ്. ദേവപ്രീതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത യജ്ഞങ്ങൾക്ക് കയ്യും കണക്കുമില്ല. യജ്ഞം തന്നെ യജ്ഞം, ഒന്നിനു പിറകെ വേറൊന്ന്, വീണ്ടും വീണ്ടും യജ്ഞം. ഒന്നിനു പിറകെ വേറൊന്ന്, വീണ്ടും വീണ്ടും യജ്ഞം. അങ്ങനെ യജ്ഞം ചെയ്ത് കിഴക്കോട്ടഗ്രമായ ധർമ്മപ്പുല്ലുകൾ കൊണ്ട് ഭൂമി മുഴുവൻ മൂടി. അത് കാരണം അദ്ദേഹം പ്രാചീന ബർഹിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യജ്ഞം തന്നെ, ദിവസം പൂജ, പൂജയോട് പൂജ, എല്ലാം പൂജ, എല്ലാം ദൈവം കൊണ്ട് കൊടുക്കണം. അവനവന്റെ കയ്യിൽ ഒന്നും ചെയ്യണ്ട, എല്ലാം ദൈവത്തിലാണ് അർപ്പിച്ചു, പൂജയോട് പൂജ. ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ നമ്മുടെ ശ്രീനിവാസന്റെ കഥ, ആ മോഡലാണ് മൂപ്പര്. ഈ രാജാവ് പൂജ മാത്രം, പൂജയോട് പൂജ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രം, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ബ്രഹ്മാവിന്റെ ആഗ്രഹമനുസരിച്ച് പ്രാചീന ബർഹിസ് സമുദ്രപുത്രിയായ ശതദ്രുയെ കല്യാണം കഴിച്ചു. ആ ദമ്പതിമാർക്ക് 10 പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരത്ര പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്നത്. അവർ 10 പേരും ഒരേ മതസ്ഥിതിക്കാരും സൽഗുണസമ്പന്നരും ഭക്തരും ലൗകിക കാര്യങ്ങളിൽ വിരക്തരുമായിരുന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ ആഗ്രഹമനുസരിച്ച് പ്രാചീന ബർഹിസ്, ഈ പ്രാചീന ബർഹിസിന് പേര് വരാൻ കാരണം എന്താ? മൂപ്പര് യജ്ഞം ചെയ്ത് ദർഭപ്പുല്ലുകൊണ്ട് ഭൂമി മുഴുവൻ പുളി. അപ്പൊ എത്ര യജ്ഞം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വേറെ 6 മണിയില്ല, രാവിലെ എനിക്ക് യജ്ഞം തുടങ്ങുക, 6 മണി. അങ്ങനെയാണ്. അപ്പൊ ബ്രഹ്മാവ് ആഗ്രഹം പ്രചീന ബർഗിസ് സമുദ്രപുത്രിയായ ശതദ്രുതിയെ കല്യാണം കഴിച്ചു. ശതദ്രുതിയെ മൂപ്പര് കല്യാണം കഴിച്ചു. ആ ദമ്പതിമാർക്ക് 10 പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരത്തെ പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്നത്. ആ 10 പുത്രന്മാരെയാണ് പ്രചേതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. അവർ 10 പേരും ഒരേ മനസ്ഥിതിക്കാരും സൽഗുണസമ്പന്നരും ഭക്തരും ലൗകിക കാര്യങ്ങളിൽ വിരക്തരുമായിരുന്നു. അവര് ഈ 10 മക്കളും ഒരേ അച്ചട്ട്, എല്ലാ അച്ചട്ട്, ഒരേ അച്ചട്ട്, വ്യത്യാസങ്ങളൊന്നുമില്ല. സ്വഭാവത്തിലും സൽഗുണത്തിലും ഭക്തിയിലും ലൗകിക കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും വിരക്തി. എല്ലാം ഈശ്വര അച്ഛന്റെ അതേ ഇത് തന്നെ ഇങ്ങോട്ട് തുടരണം. പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഉണ്ട് മനസ്ഥിതി, ഒരേ മനസ്ഥിതി, മെന്റലി എല്ലാവരും ഒരേ ടൈപ്പാണ്, ഒരേ പേരിലാണ് നിൽക്കുന്നത്. സൽഗുണ സമ്പന്നം, നല്ല മനുഷ്യന്മാരായിരുന്നു. ഭക്തരും, നല്ല ഭക്തി ഉള്ളവരും ലൗകിക കാര്യങ്ങളിൽ വിരക്തമായിരുന്നു. ലൗകിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. മക്കളുടെ വിവാഹം നടത്തി അവരിൽ കൂടെ ധാരാളം പ്രജകളെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. മക്കളെ വിവാഹം നടത്തി അവരിൽ കൂടെ ധാരാളം പ്രജകളെ ഉൽപ്പാദിക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹം കൊള്ളാം. അതറിഞ്ഞപ്പോൾ സ്വതവേ ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യമില്ലാത്തവരായ പ്രചേതാക്കൾ ആദ്യം തപസ് ചെയ്ത് ഈശ്വരകാരുണ്യം സമ്പാദിക്കലാണ് തങ്ങളുടെ കടമ എന്നുറപ്പിച്ച് തപസ് ചെയ്യാൻ ഒരു സ്ഥലം അന്വേഷിച്ച് പശ്ചിമ ദിക്ക് നോക്കി നടന്നു. കുറെ നടന്നപ്പോൾ അവർ അതിമനോഹരമായ ഒരു താമരപ്പുകയുടെ തീരത്തെത്തിച്ചേർന്നു. ധാരാളം വൃക്ഷലതാദികളാൽ ചുറ്റപ്പെട്ട ആ സ്വച്ഛ ജലതടാകത്തിന്റെ തീരപ്രദേശം പ്രചേതാക്കൾ 10 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛൻ എന്തായിരുന്നു വിചാരം? അച്ഛന് യജ്ഞം നടത്തലായിരുന്നു പണി. യജ്ഞം അറിയില്ല. അപ്പൊ മക്കളെ കല്യാണം കഴിച്ചിട്ട് ആ മക്കളെ കൊണ്ട് ഇഷ്ടംപോലെ മക്കളും കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവുന്നുള്ള ആഗ്രഹമാണ് അച്ഛനുണ്ടായിരുന്നത്. പക്ഷെ മക്കൾക്ക് ലൗകിക കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അതറിഞ്ഞപ്പോൾ സ്വതവേ ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യമില്ലാത്ത പ്രചോദക്കൾ ആദ്യം തപസ് ചെയ്ത് ഈശ്വരകാരുണ്യം സമ്പാദിക്കലാണ് തങ്ങളുടെ കടമ എന്നുറപ്പിച്ച് തപസ് ചെയ്യാൻ ഒരു സ്ഥലം അന്വേഷിച്ച് പശ്ചിമ ദിക്ക് നോക്കി നടന്നു. കുറെ നടന്നപ്പോൾ അവർ അതിമനോഹരമായ താമരപ്പൊയ്ക്ക് തീരത്തെത്തിച്ചേർന്നു. ധാരാളം വിഷലാദികൾ പുറപ്പെട്ട ആ സ്വച്ഛ ജല തടാകത്തിന് തീരപ്രദേശം
പ്രതിതാക്കൾ 10 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് അച്ഛന്റെ അല്ലേ മകൻ, കാക്കയുടെ മകൻ കുയിലുണ്ടാവില്ലല്ലോ, അതുപോലെ അച്ഛനും പൂജയാണ്, ഇതും ഭക്തരിൽ തന്നെ. ഭക്തിയിലാണ് ആദ്യം, ഭക്തി കൊണ്ട് ഈശ്വരനെ പ്രസാദിപ്പിച്ചുള്ളൂ. ബാക്കി കാര്യങ്ങളത് കൊണ്ട് 10 ആളും നടന്ന് അങ്ങനെ പോയി. നടന്ന് തെക്കോട്ട് നടന്ന് അവിടെ തെക്കോട്ട് അതെ അതിമനോഹരമായ തപസ് ചെയ്യാൻ അവസാനം അന്വേഷിച്ച് പശ്ചിമ ദിക്ക് നോക്കി നടന്നു. കുറെ നടന്നപ്പോൾ അതിമനോഹരമായ ഒരു പൊയ്ക കണ്ടു. ആ പൊയ്ക അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവർ നമ്മളിപ്പോ തമിഴ്നാട്ടിലൊക്കെ പോയാലേ, തമിഴ്നാടില് ഓരോ രാജാക്കന്മാരും, രാജരാജ ചോഴൻ, പിന്നെ പാണ്ഡ്യരാജവംശം, ചോള രാജവംശം, ഇവരൊക്കെ അവരുടെ പ്രൗഢി കാണിക്കുന്നത്, അവരുടെ പ്രൗഢി ഞങ്ങൾ വലിയ ആൾക്കാരാന്ന് കാണിക്കണതിന് എന്താ കാര്യം? അവരെല്ലാം അമ്പലങ്ങൾ കെട്ടിപ്പൊക്കുക. തമിഴ്നാട്ടിലൊന്ന് പോയി നോക്കൂ, എത്ര പഴയ അമ്പലങ്ങളാണ്. രാജ്യഭരണത്തിനെക്കാട്ടും ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെക്കാട്ടും കൂടുതൽ ഇവർ അമ്പലം കെട്ടാനാണ് കാശ് ചിലവാക്കിയത്. അമ്പലം എങ്ങനെ പണിയ, അതാണ് അവർ പണ്ടത്തെ പണി ചെയ്തിരിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും നമുക്കറിയില്ലല്ലോ. നമുക്ക് അമ്പലം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ, കല്ലും അതൊക്കെ ആയിട്ട് വലിയ വലിയ കൂറ്റൻ അമ്പലങ്ങളും. അത് അവരുടെ പ്രൗഢി കാണിക്കലും അവർ വലിയ ആൾക്കാരാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് കുറെ അമ്പലങ്ങള് നിറച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. സകല ദിക്കിലും കെട്ടിവെച്ചിട്ടുണ്ട്. അതാണ് കാര്യം. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതെന്ന് നമുക്കറിയില്ല. പെട്ടെന്നതാ ഡും 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 എന്ന കടുംതുടി ശബ്ദം കേൾക്കുന്നു. അവർ ഭക്തി പാരപശ്യത്തോടെ ശ്രദ്ധിച്ചു. കടുംതുടി ശബ്ദം അടുത്തടുത്ത് വരുന്നതായി അവർ കേട്ടു. താമസമുണ്ടായില്ല. അതാ പൊന്തി വരുന്നു പരമശിവൻ. ശിവൻ മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിതാക്കളുടെ തിരികെ വന്ന് 10 പേരും അദ്ദേഹത്തെ നമസ്കരിച്ച് തൊഴുനിൽക്കവേ പരമേശ്വരൻ പറഞ്ഞു. അപ്പക്കിന്റെ നമ്മുടെ ഒരു ഉടുക്കൻ ശബ്ദം, കുടു 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 എന്നൊരു സൗണ്ട് ഇങ്ങനെ കേട്ടു. അതിങ്ങനെ അടുത്ത് വരുമ്പോ ഭക്തി പാരപശ്യത്തോടി 10, അല്ലെങ്കിലേ ഭക്തിയാണ് ഇതിപ്പോ. ഈ സൗണ്ട് കൂടി കേട്ടപ്പോ പിന്നെ ഭയങ്കര ഭക്തിയായി. ഭക്തി പാരപശ്യത്തോടുകൂടി അങ്ങോട്ട് നോക്കുമ്പോൾ വരുന്നു ആരേ? മഹാദേവൻ, പരമേശ്വരൻ അങ്ങനെ ഇങ്ങനെ വരുന്നു. അവരുടെ അടുത്തെത്തി പരമേശ്വരൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ കണ്ടറിയുന്നു. നിങ്ങൾക്ക് ഞാനിതാ രുദ്രമന്ത്രം ഉപദേശിച്ചു തരുന്നു. ഈ മന്ത്രം ഉരുവിട്ട് ഇവിടെ തന്നെ തപസ്സനുഷ്ഠിച്ച ശ്രീഹരി പ്രസാദിച്ച് നിങ്ങൾക്ക് വേണ്ടത് നൽകും. മംഗളം ഭവതു. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ കണ്ടറിയുന്നു. നിങ്ങൾക്ക് ഞാനിതാ രുദ്രമന്ത്രം ഉപദേശിച്ചു തരുന്നു. ഈ മന്ത്രം ഉരുവിട്ട് ഇവിടെ തന്നെ തപസ്സനുഷ്ഠിച്ചാൽ ശ്രീഹരി പ്രസാദിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നത് നൽകും. മംഗളം ഭവതു കൊണ്ട് അവിടെ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞിട്ട് പരമേശ്വരൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ രുദ്രമന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രജേതസ്സുകൾ തടാകത്തിലേക്ക് ഇറങ്ങി തപസ് തുടങ്ങി. പ്രജേതസ്സുകൾ തുടങ്ങി പൂജ തുടങ്ങി. അച്ഛൻ യജ്ഞനാണെങ്കിൽ മക്കൾ വരെ മറ്റേ തടാകത്തിൽ ഇറങ്ങി പൂജ തുടങ്ങി. അതായത് മറ്റേ തപസ് തുടങ്ങി. പരമശിവൻ പറഞ്ഞ മാതിരി. ഇപ്പൊ നമ്മള് ഡൽഹിയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും, വാ ഭയങ്കര സുന്ദര രാജ്യമൊക്കെ. ഡൽഹി നല്ല സുന്ദരമായിട്ട് രാജ്യം തന്നെയാണ്, നല്ല സംശയമൊന്നുമില്ല. പക്ഷേ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പൊ എന്റെ ഡൽഹി സുന്ദരമായ രാജ്യമൊക്കെ തന്നെ, പക്ഷെ ശവകുടീരങ്ങളുടെ നഗരമാണ് ഡൽഹി എന്ന് പറഞ്ഞു. സത്യമല്ലേ അത്? ശവകുടീരങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഡൽഹി. നമ്മുടെ തമിഴ്നാട്ടിൽ അമ്പലങ്ങളുടെ ഒരു കേന്ദ്രമായ പോലെ തമിഴ്നാട് മുഴുവൻ അമ്പലങ്ങളുടെ ബഹളാണ്. അതേമാതിരി ഡൽഹിയിൽ മുഴുവൻ ശവകുടീരങ്ങളുടെ ഒരു പ്രളയമാണ് അവിടെ. എവിടെ നോക്കിയാലും ശവകുടീരം. മുസ്ലിം പണ്ടത്തെ മുഗൾ രാജ്യത്തിന്റെ ആൾക്കാർ മുതൽ ഇങ്ങോട്ട് വരെ ഈ അറ്റം വരെ ഉണ്ട്. എല്ലാ ആൾക്കാരും ശവകുടീരവും കോറസ്ഥലവും അവിടെ ഇതും എത്രയാ സ്ഥലം. ഓരോരുത്തരുടെ ശവകുടീരം പോയി കാണണം. എത്രയാ സ്ഥലം കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. ആ താജ്മഹൽ എത്രയാ സ്ഥലം, എല്ലാം ശവകുടീരങ്ങളാണ്. അതൊരു സീസൺ ശവകുടീരങ്ങളുടെ സമയമാണ്. ഈ തമിഴ്നാട്ടിലെ നമ്മുടെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവിടെ മുഴുവൻ അമ്പലങ്ങളുടെ ബഹളം. ഇപ്പൊ നമുക്ക് നോക്കാം ഇവരെന്താ ചെയ്യാൻ പോണെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ പ്രസാദിച്ച് അവര് തപസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായ തപസ് തുടങ്ങി. അവരവിടെ തപസ് ചെയ്യട്ടെ, നമുക്ക് രാജധാനിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, അവരവിടെ തപസ് ചെയ്തോട്ടെ. ഓക്കെ, അച്ഛനവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾ ഇവിടെ തപസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് നീ കൊട്ടാരത്തിലേക്ക് മടങ്ങാം. അവിടെ എന്താ നടക്കാൻ നോക്കാം.
ബർഹീസ് നാരദമുനിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നാരദമുനി പറയുന്നു, അല്ലേ രാജൻ, മഹാരാജാവിന്റെ യജ്ഞഭ്രമം കലശലായിരിക്കുന്നല്ലോ. പ്രാചീന ബർഹിസ് എന്ന ബഹുമതിയും അങ്ങയുടെ കൈക്കലാണ്. അതിനെന്റെ അഭിനന്ദനം. ഇടതടവിടാതെ നടത്തുന്ന ഇത്തരം കർമ്മങ്ങൾ കൊണ്ട് അങ്ങെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മുടെ നാരദമുനി നല്ല കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ. നാരദമുനി നന്നായിട്ട് അറിയാം കോമൺ സെൻസ്. അപ്പൊ നാരദമുനി ചോദിച്ചു, ഇങ്ങനെ 24 മണിക്കൂറും യജ്ഞം നടത്തിയിട്ട് അങ്ങയുടെ മനസ്സിൽ എന്താണാവോ ഇരിപ്പ്? ദൈവം പാതി ഞാൻ പാതി എന്നുള്ള പറയാ. ഈ പണ്ടത്തെ ബോബനും മോളിയും കഥയിൽ പറയും, എടാ അച്ഛനും മകനും, അച്ഛനും അമ്മയും ബോബനും മോളിയും. അപ്പൊ സ്കൂളിൽ നിന്ന് വരികയാണ്, പഠിക്കാൻ മഹാമോശ. അതെ, ഈ ബോബനും മോളി മഹാമോശം, കളിച്ചു നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോ അച്ഛൻ ചോദിച്ചു, പരീക്ഷയ്ക്ക് പോവാണ്, എന്താടാ വല്ലതും പഠിച്ചോ? അച്ഛാ പറഞ്ഞിരിക്കുന്നേ ദൈവം പാതി ഞാൻ പാതിയല്ലേ. അപ്പൊ ദൈവത്തിന്റെ പാതി ആ 50 കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവുമല്ലോ. അതുപോലെ ഇവിടെ ഈ നമ്മുടെ ഈ നാരദമുനി നമ്മുടെ ഈ ബഹസിനോട് ചോദിച്ചു, അല്ല അങ്ങയുടെ ഉദ്ദേശം എന്താ? ഈ യജ്ഞം ഇങ്ങനെ നടത്തി കൂട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലോ, ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് നാരദമുനി ചോദിച്ചു. നാരദമുനി ചെറുതായിട്ടൊന്ന് മൂപ്പിലൊന്ന് ഇളക്കാൻ വേണ്ടി ചോദിച്ചതാ. സായുജ്യം പൂജ ചെയ്ത് സായുജ്യം, പൂജ ചെയ്ത് സായുജ്യം. നമ്മുടെ പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ മാതിരി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവത് പാദങ്ങളിൽ അങ്ങനെ നമുക്ക് ചെന്ന് പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പൂജകളും യജ്ഞങ്ങളും ചെയ്യണമെന്നാണ് നമ്മുടെ ഭാരതമുനിയോട് പറഞ്ഞത്. ഓക്കെ, ജനന മരണത്തിൽ നിന്ന് മോചനമല്ലേ? കർമ്മം ചെയ്തത് കൊണ്ടെങ്ങനെ അത് ലഭിക്കും? കർമ്മബലം അനുഭവിക്കുവാൻ വേണ്ടി ജനിക്കണ്ടേ? പാപകർമ്മങ്ങളാണെങ്കിൽ പരലോകത്തിൽ വെച്ചും അനുഭവിക്കണം. അങ്ങു നടത്തിയ യാഗങ്ങളിൽ വധിക്കപ്പെട്ട പശുക്കൾ പ്രതികാര ബുദ്ധിയോടെ പരലോകത്ത് അങ്ങയുടെ വരവും കാത്തിരിക്കുന്നില്ലെന്ന് അങ്ങറിയുന്നില്ലേ? ഓ, ഈ യജ്ഞങ്ങൾ നടക്കുമ്പോഴേ ഈ പശുക്കളെ കൊല്ലണമല്ലോ, വധിക്കപ്പെട്ട പശുക്കൾ. ഓരോ യജ്ഞം മുഴുവൻ അതിന്റെ നാസാരന്ധ്രങ്ങള് ഒക്കെ അവസാനം ഈ എന്താ പറയാ, ഈ യജ്ഞത്തിന്റെ അവസാനം പശുവിനെ അതുവരെ പൂജിച്ച് അവസാനം നാസാദ്വാരങ്ങൾ എല്ലാ ദ്വാരങ്ങളെ അടച്ച് അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലും യജ്ഞത്തിന്. അങ്ങനെ ഈ പശുക്കളെല്ലാം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എവിടെ? സ്വർഗത്തിൽ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെല്ലാൻ. സ്വർഗത്തിലോ നരകത്തിലോ അത് നമുക്കറിയില്ല. അവിടെ കാത്തു നിൽക്കണ്ട നിങ്ങളെ സ്വീകരിക്കാൻ. അവര് നിങ്ങളെ ചെല്ലാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത്ര പശുക്കളെയാണ് കൊന്നിരിക്കുന്നത് ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട് എന്ന് ഈ നാരദമുനി ഇയാളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. അവരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെന്താ ചെയ്യാൻ പോകണം അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് അമ്പരന്ന് പോയി ഭയപരിമത്തോട് അന്വേഷിച്ചു. അയ്യോ മഹർഷി, എന്നാലും ഞാനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും രാജാവിന് പേടിയായി. രാജാവിന് സ്വന്തം കാര്യം ചിന്താബാധ. കാരണം എനിക്കും സായുജ്യം വേണം. അതിന് പശുവിനെ തട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. എന്നും പൂജയോട് പൂജ. പശുവിനെ കൊന്ന് തള്ളിയിട്ടുണ്ട്. ഈ കണ്ട യജ്ഞങ്ങൾക്ക് മുഴുവൻ പശുവിനെ കൊന്നുകണ്ട അതിന്റെ പ്രേതങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇയാൾ അവിടേക്ക് ചെല്ലണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ കാത്തിരിക്കുക. അപ്പൊ നാരദമുനി പറഞ്ഞ് ഉറപ്പെടുത്ത്. അപ്പേക്കിന് അയാൾക്ക് പേടിയായി, രാജാവിന് പേടിയായി. അയ്യോ ഇനിയിപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പശുക്കളൊക്കെ എന്നെ ചെന്തി ഇപ്പൊ ഞാൻ എന്താ പ്രതിവിധിയാണ്? അപ്പൊ അതിന്ന് രക്ഷപ്പെടത്തെ തരയുടെ നോക്കാണ് ആര് രാജാവ്. ഞാൻ അതിന്ന് രക്ഷപ്പെടാൻ എന്താണ് നാരദമുനി പറഞ്ഞു കൊടുക്കുന്നത് ഏത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിഭ്രമിക്കണ്ട, ഞാൻ അങ്ങേക്ക് ഒരു കഥ പറഞ്ഞു വരാം, അതിലൂടെ കാര്യം മനസ്സിലാകും എന്ന് പറഞ്ഞ് നാരദൻ കഥ പറയാൻ തുടങ്ങി. അപ്പൊ നാരദൻ ഡോണ്ട് വറി, ഞാനൊരു കഥ പറയാം. ആ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ കഥ ആദ്യം കേൾക്കൂ. അങ്ങനെ നാരദൻ കഥ പറയാൻ തുടങ്ങി. പണ്ട് പുരഞ്ജനൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഊരും പേരും ആർക്കും അറിയാത്ത ഒരു സഖാവും ഉണ്ടായിരുന്നു. അങ്ങേയറ്റം സുഖലോലുപനായ അദ്ദേഹം ആ സഖാവിനെ മറന്ന് തന്റെ സുഖസൗകര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമന്വേഷിച്ച് നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഹിമാലയത്തിന്റെ അടിവാരത്തിൽ അദ്ദേഹം മനോഹരമായ ഒരു നഗരം കണ്ടെത്തി. പണ്ട് പുരുഞ്ജനൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പുരുഞ്ജനൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഊരും പേരും ആർക്കും അറിയാത്ത ഒരു സഖാവും ഉണ്ടായിരുന്നു. ഊരും പേരും ആർക്കും അറിയാത്ത ഒരു സഖാവും ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങേയറ്റം സുഖലോലുപനായ അദ്ദേഹം ആ സഖാവിനെ മറന്ന് തന്റെ സുഖസൗകര്യങ്ങളെ കുറിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമന്വേഷിച്ച് നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഹിമാലയത്തിന്റെ അടിവാരത്തിൽ അദ്ദേഹം മനോഹരമായ ഒരു നഗരം കണ്ടെത്തി.
നഗരമധ്യത്തിൽ നല്ലൊരു കൊട്ടാരം, മതിൽക്കെട്ടുകളും കിടങ്ങുകളും കൊണ്ട് സുസുഷരിതം. അദ്ദേഹം കൊട്ടാരത്തിനു ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ സുമുഖിയായ ഒരു യുവതിയെയും കണ്ടു. കണ്ട മാത്രയിൽ തന്നെ സുഖം തേടി നടക്കുന്ന രാജാവിന്റെ ഹൃദയം അവളിൽ ആഞ്ഞിറങ്ങി. അദ്ദേഹം അവളെ സമീപിച്ച് അന്വേഷിച്ചു, സുന്ദരി, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? നിന്റെ പേരെന്താണ്? നഗരമധ്യത്തിൽ നല്ലൊരു കൊട്ടാരം, ഹിമാലയത്തിന്റെ സാധ്യത നല്ലൊരു ഒരു നഗരം കണ്ടത്. ആ നഗരമധ്യത്തിൽ നല്ലൊരു കൊട്ടാരം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരം, മതിൽക്കെട്ടുകളും കിടങ്ങുകളും കൊണ്ട് സുരക്ഷിതം. മതിൽക്കെട്ടുകളും കിടങ്ങുകളും കൊണ്ട് സുസുരക്ഷിതം, നല്ല സുരക്ഷിതമായ ഒരു പ്ലേസ്. അദ്ദേഹം കൊട്ടാരത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ സുമുഖിയായ ഒരു യുവതിയെയും കണ്ടു. ആ കൊട്ടാരത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ സുമുഖിയായ, സുന്ദരിയും സുമുഖിയും സുശീലയുമായ ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും അദ്ദേഹം കണ്ടു. കണ്ട മാത്രമേ തന്നെ സുഖം തേടി നടക്കുന്ന രാജാവിന് അവളിൽ അനുരക്തയായി. അദ്ദേഹം അവളെ സമീപിച്ചു, സുന്ദരി, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? നിന്റെ പേരെന്താണ്? എന്ന് ചോദിച്ചു. ആരോട്? നമ്മുടെ ആ സുന്ദരി പെണ്ണിനോട്. സുന്ദരി രാജാവിനെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്നോ പേരെന്തെന്നോ എവിടെ നിന്ന് വന്നവളാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരത്തിന്റെ അധിപയായി അനുരൂപയായ ഒരു ഭർത്താവിനെ കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് മാത്രം എനിക്കറിയാം. അങ്ങേപ്പോലെ അനുരൂപയായ ഞാൻ ആരെയും ഇതിൽ കണ്ടിട്ടില്ല. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഭാര്യാഭർത്താക്കന്മായി ഇവിടെ സുഖമായി താമസിക്കാം. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ആരാണെന്നോ, ഞാൻ എവിടുന്ന് വന്നാണെന്നോ, ഞാൻ ആരാണെന്നോ എന്റെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ ഈ കൊട്ടാരത്തിന്റെ അധിപയാണ്. ഞാനൊരു നല്ലൊരു ഭർത്താവിനെ ആലോചിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങാണ് എന്റെ ഭാവി വരണേ, എനിക്ക് നല്ലതായി തോന്നി എന്നൊക്കെ പറഞ്ഞ് അവള് നന്നായിട്ട് അങ്ങനെ പൊക്കി വിട്ടു. രാജാവിനെ സോപ്പിട്ട് വിട്ടു. അപ്പൊ രാജാവിന് അതന്നെയാണല്ലോ, എവിടെ സുഖം കിട്ടുന്ന അവിടെ കൂടുക, അതാണ് മുമ്പത്തെ സ്വഭാവം. രാജാവ് നമുക്ക് ഇവിടെ സുഖമായി താമസിക്കാം. പുരഞ്ജനും അതുതന്നെയായിരുന്നു ആഗ്രഹം. അവർ വിവാഹിതരായി. അതിനുശേഷം അവൾ പുരഞ്ജിനി എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു ഇരുനില കെട്ടിടമായിരുന്നു ആ കൊട്ടാരം. 9 വാതിലുകളുണ്ട്. 2 എണ്ണം താഴത്തിലും 7 എണ്ണം മുകളിലും. ധാരാളം ദാസീദാസന്മാരും അവർക്കുണ്ട്. കൊട്ടാര കാവൽക്കാരൻ, തലവൻ, പ്രജാകരൻ എന്നുപേരായ 5 പടമുള്ള ഒരു ഭയങ്കരൻ സർപ്പമാണ്. അത് ഭയങ്കരമായ ഒരു കൊട്ടാരമായിരുന്നു. അതിൽ 2 നല്ല വലിയ കൊട്ടാരം. അതിൽ ചോട്ടിൽ 2 വാതിലുണ്ട്, മുകളിൽ 7 വാതിലുണ്ട്. കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ ആരാണ്? 5 തലയുള്ള ഒരു ഭീകര സർപ്പം. ധാരാളം പണിക്കാരും ദാസികളും ദാസന്മാരൊക്കെ ഇഷ്ടംപോലെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. സുഖം തേടി നടന്ന പുരഞ്ജന് അത് കിട്ടി. എന്നാൽ ഒരു വിലപിടിച്ച വസ്തു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്താണത്? വ്യക്തിത്വം. ക്രമേണ അദ്ദേഹം ആ സ്ത്രീയുടെ അടിമയായി തീർന്നു. ക്രമേണ സുഖം തേടി നടന്ന രാജാവിന് സുഖം കിട്ടി. പക്ഷേ അങ്ങേരുടെ വ്യക്തിത്വം അങ്ങേക്ക് നഷ്ടമായി. ആ സ്ത്രീയുടെ അടിമയായി തീർന്നു. ആരെ? പുരഞ്ജന. അവരുടെ ദാമ്പത്യ ജീവിതം അത്യന്തം ആഹ്ലാദമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ അവരുടെ 5 കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ വിനോദയാത്ര ചെയ്ത് അവരുടെ സുഖജീവിതത്തിൽ കൊഴുപ്പ് കൂട്ടി. ഒന്നുമില്ല, എൻജോയ് ചെയ്തിരിക്കുക. സ്വർണ്ണരഥത്തിൽ കയറിയിട്ട് ആ 5 കുതിരകളെ പൂട്ടിയിട്ടുള്ള ചെയ്തിങ്ങനെ സുഖജീവിതം ഇങ്ങനെ കൊഴുപ്പ് കൂട്ടി എൻജോയ്. ഇങ്ങനെ പല രാജ്യങ്ങളും ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക ഈ തേരിൽ. ഇങ്ങനെ ആയിരുന്നു അവരുടെ. ഒരിക്കൽ അദ്ദേഹം ഭാര്യയെ കൂടാതെ നായാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ രാജധാനി ആകെ മ്ലാനതയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് രാജാവ് സംഭ്രാന്തനായ ദാസിമാരോട് അന്വേഷിച്ചു, ഇവിടെ പെണ്ണുങ്ങളെ നിങ്ങളുടെ കൊച്ചമ്മ കാണാനില്ലല്ലോ? ഒരു ദാസി പറഞ്ഞു, കൊച്ചമ്മ കോപാലയം പ്രവേശിച്ചിരിക്കുകയാണ്, എന്തെന്നറിയില്ല, വെറും നിരത്തതാ കിടക്കുന്നു. ഒരു ദിവസം നമ്മുടെ ഈ രാജാവ് ഒറ്റയ്ക്ക് നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോ അവിടെ കൊട്ടാരം മുഴുവൻ മൂകത. എന്താ മൂകത? നിങ്ങളുടെ കൊച്ചമ്മ എവിടെ പോയി? ദാസിമാരോട് ചോദിച്ചപ്പോ കൊച്ചമ്മ അവിടെ ദേഷ്യപ്പെട്ടതാ നിലത്ത് കിടക്കണു എന്ന് പറഞ്ഞിട്ട് കോപാകുലയായി ദേഷ്യപ്പെട്ട് അങ്ങനെ നിലത്ത് കിടക്കണമെന്ന് ദാസിമാര് രാജാവിനോട് പറഞ്ഞു. രാജാവ് അമ്പലന്ന് കോണി ഓടിക്കയറി 2ാം നിലയിൽ മണിയറയിൽ നിലത്ത് കിടന്നിരുന്ന റാണിയുടെ അരികെ ചെന്നിരുന്ന് സാന്ദ്രമാക്കുവാൻ സമാശ്വസിപ്പിച്ചു. ഇനി ഒരിക്കലും അവളെ വിട്ടുപോകാൻ ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ രാജാവ് ഓടിച്ചെന്ന് നമ്മുടെ മണിയറയിൽ കയറിയിട്ട് ആ രാജ്ഞിയോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും തന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയില്ല എന്ന് പറഞ്ഞ് ഇതായി മറ്റേ എക്സ്ക്യൂസ് പറഞ്ഞ് സങ്കടം പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. അവരുടെ ദാമ്പത്യജീവിതം 100 വർഷം നീണ്ടു നിന്നു. അതിൽ അവർക്ക് 1100 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. അവരെയൊക്കെ യഥാകാലം വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മക്കളും മക്കളുടെ മക്കളുമായി പുരഞ്ജനൻ വംശം വർദ്ധിച്ചു വന്നു. യശസ്സിനു വേണ്ടി അദ്ദേഹം അനേകം യാഗജ്ഞാദികൾ നടത്തി. അങ്ങനെയിരിക്കെ ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ തന്റെ സൈന്യങ്ങളോടുകൂടി ആ നഗരത്തെ ആക്രമിച്ചു. പ്രജാകരൻ എന്ന സർപ്പം അവരോട് എത്തിയെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ടു. അതിനിടയിൽ കാലകന്യക തന്റെ സഹോദരന്മാരോടുകൂടി പുരഞ്ജനെ ആക്രമിക്കുകയും ആ നഗരം തന്നെ ചുട്ടു ഭസ്മമാക്കുകയും ചെയ്തു. പുരഞ്ജനൻ ഒടുവിൽ ഭാര്യയെപ്പറ്റി തന്നെ വിചാരിച്ച് കാലഗതി അടഞ്ഞു. അങ്ങനെയിരിക്കെ ചണ്ഡവേഗൻ എന്ന അവർക്ക് ദാമ്പത്യ ജീവിതം 100 വർഷം നീണ്ടു നിന്നു. അവരുടെ ദാമ്പത്യ വർഷം 100 വർഷം നീണ്ടു നിന്നു. അതിൽ അവർക്ക് 1100 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. അവരെയൊക്കെ യഥാകാലം വിവാഹം കഴിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ മക്കളും മക്കളുടെ മക്കളുമായി പുരഞ്ജനന് വംശം വർദ്ധിച്ചു വന്നു. യശസ്സിനു വേണ്ടി അദ്ദേഹം അനേകം യാഗയജ്ഞാദികൾ നടത്തി. അങ്ങനെയിരിക്കെ ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ തന്റെ സൈന്യങ്ങളോടുകൂടി വന്ന് ആ നഗരത്തെ ആക്രമിച്ചു. അങ്ങനെ ചണ്ഡവേഗൻ എന്ന് പറഞ്ഞ ഒരു ഗന്ധർവൻ അത് ആക്രമിച്ചു. പ്രജാകരൻ എന്ന സർപ്പം അവരെയോട് എത്തുമെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ടു. ആ സർപ്പം കുറെയൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല. അവസാനം അത് പരാജയപ്പെട്ടു. അതിനിടയിൽ കാലകന്യക എന്ന സഹോദരന്മാരോടുകൂടി പുരഞ്ജനെ ആക്രമിക്കുകയും ആ നഗരം തന്നെ ചുട്ടു ഭസ്മമാക്കുക. അങ്ങനെ ആ നഗരം തന്നെ ചുട്ടു ഭസ്മമാക്കി. പുരഞ്ജനന് ഒടുവിൽ ഭാര്യയെപ്പറ്റി വിചാരിച്ച് കാലഗതി ബാധിച്ചു. അങ്ങനെ ഭാര്യയെപ്പറ്റി മാത്രം വിചാരിച്ച് കാലഗതി ബാധിച്ചു. ഭോഗാസക്തിയിൽ മുഴുകിയിരിക്കുകയാണ്. മരണസമയത്ത് പോലും അദ്ദേഹത്തിന് തന്റെ പഴയ സഖാവിനെ ഓർമ്മിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭോഗാസക്തിയിൽ, അതായത് അപ്പോഴും ഇങ്ങനെ സുഖലോലുപനാണ്, ഭോഗാസക്തിയിൽ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പറ്റി അങ്ങനെ ആഗ്രഹിച്ചു, ഒന്നും അന്വേഷിച്ചതേയില്ല. അദ്ദേഹം ചെയ്ത പാപങ്ങളുടെ ഫലമായി നരകത്തിൽ എത്തിച്ചേർന്നു. താൻ ചെയ്ത യാഗങ്ങളും വധിക്കപ്പെട്ട മൃഗങ്ങളും അവരോട് ചെയ്ത ക്രൂരതയും ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ നരകത്തിൽ വെച്ച് തങ്ങളുടെ കൂർത്തുമൂർത്ത കൊമ്പുകളെ കുത്തിയും ചവിട്ടിയും വളരെക്കാലം പീഡിപ്പിച്ചു. തന്റെ പാപകർമ്മങ്ങൾ ഫലം അനുഭവിച്ച ശേഷം അദ്ദേഹത്തിന് വീണ്ടും മനുഷ്യജന്മം എടുക്കേണ്ടി വന്നു. മരിക്കുമ്പോൾ ഭാര്യയെ തന്നെ വിചാരിച്ചിരുന്നതിനാൽ ഒരു സ്ത്രീയായി ജനിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഈ പുരഞ്ജനൻ മരിച്ച് അവിടേക്ക് പോയി. അവിടേക്ക് നമ്മുടെ പാപങ്ങളുമായി നരകത്തിലെത്തി. താൻ ചെയ്ത യാഗങ്ങളും വധിക്കപ്പെട്ട മൃഗങ്ങളും അതിൽ വധിക്കപ്പെട്ട മൃഗങ്ങളെയും ക്രൂരതയും ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ നരകത്തിൽ വെച്ച് തങ്ങളുടെ മൂത്ത അവരുടെ കൊമ്പുകളെ കൊണ്ട് കുത്തി ഇയാളെ നല്ലോണം ഉപദ്രവിച്ചു. ഈ മൃഗങ്ങളെല്ലാം തന്റെ പാപകർമ്മ ഫലം അനുഭവിച്ച ശേഷം അദ്ദേഹം പിന്നെയും മനുഷ്യ ജന്മമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു. അത് ഈ മരിക്കുന്ന സമയത്ത് ഈ ഭാര്യയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മരിച്ച കാരണം ഇങ്ങനെ ഒരു സ്ത്രീയായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത്. വൈദർഭി എന്ന പേരറിയപ്പെടുന്ന അവളെ മലയധ്വജൻ എന്നൊരു രാജകുമാരൻ വിവാഹം കഴിച്ചു. വൈദർഭി എന്ന പേരിലറിയപ്പെടുന്ന അങ്ങനെ അദ്ദേഹം വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായി ജനിച്ചു. വൈദർഭി എന്ന പേരറിയപ്പെടുന്ന അവളെ മലയധ്വജൻ എന്നൊരു രാജകുമാരൻ കല്യാണം കഴിച്ചു. മലയധ്വജൻ എന്നൊരു രാജാവിനെ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു. പുത്രിപുത്രന്മാരുടെ അദ്ദേഹം വലിയ ഭാഗവതനും ധാർമ്മികനുമായിരുന്നു. അവർക്ക് 7 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായി. പുത്രിപുത്രന്മാരുടെ വിവാഹങ്ങൾക്ക് ശേഷം പുത്രന്മാരെ രാജ്യമേൽപ്പിച്ച് അദ്ദേഹം ഭാര്യയോടുകൂടി മലയപർവ്വതത്തിലേക്ക് തപസ്സിന് പോയി. ഭർത്താവിനെ സൃഷ്ടിച്ചുകൊണ്ട് വൈദർഭിയും ഈശ്വരന്തിയിൽ മുഴുകി. അവിടെ വെച്ച് അദ്ദേഹം മൃതിയടഞ്ഞു. വൈദർഭിക്ക് അത് സഹിക്കാനായില്ല. ഈ വൈദർഭ്യ അവരെല്ലാം കുറെ കാലം ഭരിച്ചു. അത് കഴിഞ്ഞ് പുത്രിപുത്രന്മാർ വിവാഹങ്ങൾക്ക് ശേഷം പുത്രന്മാർ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം ഭാര്യയോടും കൂടി പർവ്വതത്തിലേക്ക് തപസ്സിന് പോയി. ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് വൈദർഭിയും ഈശ്വരന്തിയിൽ മുഴുകി. എല്ലാവരും ഈശ്വര ചിന്തയിൽ അങ്ങനെ മുഴുകിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മൃതി അടഞ്ഞു. വൈദർഭിക്ക് അത് സഹിക്കാനായില്ല. അങ്ങേരും മരിച്ച് തീരെ സഹിക്കാനായില്ല. അവൾ ചിതയുണ്ടാക്കി ഭർത്താവിന് ശരീരം മതിൽ കിടത്തി തീ കൊടുത്തി അതിൽ ചാടി ജീവഹാനി വരുത്തുവാൻ അവളും ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. പെട്ടെന്നൊരു ബ്രാഹ്മണൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായി പറഞ്ഞു,
അവള് ഭർത്താവിന്റെ ചിതയൊരുക്കി ആ ചിതയിൽ ചാടി മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മൺ അവളെ തടഞ്ഞു. മനസ്സിലായില്ലേ? ഒരു ബ്രാഹ്മൺ അവളെ തടഞ്ഞു. നമുക്ക് ഈ 29ാമത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ 30ാമത്തെ എപ്പിസോഡ് നാളെ തുടരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.